അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ 7ാമത്തെ പാഠമായ സുജൂദ് തിലാവത്തി വശുക്രി എന്നുള്ള പാഠമാണ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് സഹവിന്റെ സുജൂദിന്റെ പാഠല്ലേ, അതേ രൂപത്തിൽ തന്നെയാണ് തിലാവത്തിന്റെ സുജൂദ്, അതുപോലെ ശുക്രിന്റെ സുജൂദ്. അത് എന്താണ്, അതിന്റെ രൂപം എങ്ങനെയാണ്, അതിന്റെ ഹുക്കം എന്താണ് എന്നുള്ളതാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ആ സുജൂദിൽ എന്താണ് ചെല്ലേണ്ടത് എന്നുള്ളതും ഇനി നമുക്ക് ചാപ്റ്റർ നോക്കട്ടോ. എല്ലാവരും പാഠം ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആനിൽ ചില പ്രത്യേക ആയത്തുകളുണ്ട്. അവ ഖുർആനില് 114 സൂറത്തുകളിലായിട്ട്, നമ്മൾ ഓതുന്ന ഖുർആൻ ഉണ്ടല്ലോ കട്ടിയുള്ളത് അല്ലേ, അതിൽ 114 സൂറത്തുകളിലായിട്ട് 6000 ചില്ലാന് ആയത്തുകളുണ്ട്. ആ 6000 ചില്ലാന് 6000-ലധികം വരുന്ന ആയത്തുകളിൽ ചില പ്രത്യേക ആയത്തുകളുണ്ട്. അവ ചില ആയത്തുകൾ മാത്രം പ്രത്യേക ആയത്തുകളുണ്ട്. അതാണ് ഈ പാഠത്തിൽ പറയുന്നത്. അവ പൂർണ്ണമായി അഥവാ പ്രത്യേകമായ ആയത്തുകൾ ഉണ്ടല്ലോ, അവ പൂർണ്ണമായി ഓതുകയോ കേൾക്കുകയോ ചെയ്താൽ ഒരു സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ആ ചില പ്രത്യേകമായ ആയത്തുകൾ മാത്രം ഓതി കേൾക്കുകയോ ചെയ്താൽ അവിടെ സുജൂദ് ചെയ്യൽ എന്താണ്? സുന്നത്താണ്. ഇതിന് തിലാവത്തിന്റെ സുജൂദ് എന്ന് പറയുന്നു. അപ്പൊ തിലാവത്തിന്റെ സുജൂദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആനിൽ ചില പ്രത്യേക ആയത്തുകളുണ്ട്. അവ പൂർണ്ണമായി ഓതുകയോ കേൾക്കുകയോ ചെയ്താൽ ഒരു സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ഈ സുജൂദിനാണ് തിലാവത്തിന്റെ സുജൂദ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നോക്ക, അടുത്ത പോയിന്റ് നോക്കി. ഖുർആനിൽ 14 ഇടങ്ങളിലാണ് തിലാവത്തിന്റെ സുജൂദ് വരുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ വിശുദ്ധ ഖുർആനിലെ ചില പ്രത്യേക ആയത്തുകൾ ഉണ്ടെന്ന്. ആ ആയത്തുകൾ എത്ര സ്ഥലത്താണ് വരുന്നത്? 14 സ്ഥലത്ത് കേട്ടോ. ആയത്തുകൾ എത്ര സ്ഥലത്താണ് വരുന്നത്? 14 സ്ഥലത്ത്. അതാണ് പറഞ്ഞത്, ഖുർആനിൽ 14 ഇടങ്ങളിലാണ് തിലാവത്തിന്റെ സുജൂദ് വരുന്നത്. അവ ഈ 14 സ്ഥലങ്ങളിൽ മാത്രമേ എന്താവേണ്ടുള്ളൂ? തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ടതുള്ളൂ. നിസ്കാരത്തിലും അല്ലാതെയും ഓതിയവൻ സുജൂദ് സുന്നത്താണ്. അവൻ നിസ്കാരത്തിൽ ഓതുകയാണെങ്കിൽ അവനക്ക് അവിടെ സുജൂദ് ചെയ്യൽ എന്താണ്? ഒരാൾ തക്ബീറൊക്കെ കെട്ടി നിസ്കരിക്കാണ്, ഫാത്തിഹ ഓതി ഇപ്പൊ സൂറത്ത് ഓതാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അങ്ങനെ ഒരു സൂറത്ത് ഓതുമ്പോ എന്താവാണ്? ഈ സുജൂദിന്റെ സജദയുടെ ആയത്താണ് വന്നത്. അങ്ങനെ വന്നാൽ അവിടെ അവനക്ക് സുജൂദ് ചെയ്യല് സുന്നത്താണ്. ഇനിയല്ല, ഒന്ന് സാധാരണ നമ്മള് വീട്ടിൽ നിന്ന് ഓതല്ലേ, നമ്മളമ്മമാരൊക്കെ ഓതൂലെ രാത്രിയൊക്കെ, അല്ലെങ്കിൽ സുബ്ഹി നിസ്കാരത്തിന് ശേഷമൊക്കെ, അതേമാതിരി ഓതുന്നു. അങ്ങനെ ഓതുന്നതിന്റെ ഇടയിൽ ഈ സുജൂദിന്റെ ആയത്ത് വന്നു, തിലാവത്ത് സുജൂദിന്റെ ഈ 14 ആയത്തുണ്ടല്ലോ, അതിലൊരു ആയത്ത് വന്നു. അത് വന്നാൽ അവിടെ എന്താവണം? ഖുർആൻ അടച്ച് കുറച്ച് ഉയരമുള്ള സ്ഥലത്തൊക്കെ വെച്ചിട്ട് എന്താവുക? തിലാവത്തിന്റെ സുജൂദ് ചെയ്യണം. അതെങ്ങനെ ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മളെ പാഠത്തിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ. അഥവാ ഈ സുജൂദ് ചെയ്യൽ എന്താണ്? നിസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും തിലാവത്തിന്റെ ആയത്ത് വന്നാൽ സുജൂദ് ചെയ്യൽ സുന്നത്താണ് കേട്ടോ. നിസ്കരിക്കുന്നവൻ അവന്റെ ഖിറാഅത്തിന് വേണ്ടി മാത്രമേ സുജൂദ് ചെയ്യാവൂ. ഇപ്പൊ ഒരാൾ നിസ്കരിക്കാണ്, അപ്പൊ നിസ്കാരത്തില് തിലാവത്തിന്റെ സുജൂദിന്റെ ആയത്ത് വരുന്ന ഒരു ആയത്ത് ഓതി, അപ്പൊ ഓൻക്ക് എന്താവാം? അതിന് സുജൂദ് ചെയ്യാം. അതിന് മാത്രമേ സുജൂദ് ചെയ്യാവൂ. ഇപ്പൊ വേറൊരാൾ ഇങ്ങനെ നിസ്കരിക്കണ്ട്, പക്ഷെ അപ്പുറത്ത് ഒരാൾ എന്താവുണ്ട്? ഓതുണ്ട്. ആ ഓതുമ്പോ ഇങ്ങനെ തിലാവത്തിന്റെ സുജൂദിന്റെ ആയത്ത് അവിടെ ഓതുണ്ട് എന്ന് കരുതിയിട്ട് ഈ നിസ്കരിക്കണ വ്യക്തി എന്താവണ്ട? സുജൂദ് ചെയ്യണ്ട. അതുകൊണ്ടാണ് ഖിറാഅത്തിന് വേണ്ടി നിസ്കരിക്കുന്നവന് ഓന്റെ ഖിറാഅത്തിന് വേണ്ടി മാത്രമേ സുജൂദ് ചെയ്യാവൂ എന്ന് പറഞ്ഞത്. അവിടെ അടുത്ത ആരെങ്കിലും ഇരുന്ന് ഓതുന്നുണ്ടെങ്കിൽ അത് കേട്ടിട്ട് ഓൻ എന്താവണ്ട? സുജൂദ് ചെയ്യണ്ട. ഇനി അടുത്ത പോയിന്റ് ആണ്, ഇമാമ സുജൂദ് ചെയ്താൽ മഅ്മൂമിന് സുജൂദ് ചെയ്യൽ നിർബന്ധമാണ്. നമ്മള് സഹവിന്റെ സുജൂദ് പറഞ്ഞത് അതേമാതിരി തന്നെ ഇമാമ സുജൂദ് ചെയ്താൽ അവിടെ മഅ്മൂമിന് സുജൂദ് ചെയ്യൽ എന്താണ്? നിർബന്ധമാണ്. ഇനി ഇമാമ സുജൂദ് ചെയ്യാതെ മഅ്മൂമ് ചെയ്താല്, നമ്മളവിടെ 1 എന്നുള്ള നമ്പർ ഉണ്ടല്ലോ, ആ ചിത്രം നോക്കി, അതിൽ കണ്ടില്ലേ ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാമിലാണ്, അഥവാ ഇമാമ് സൂറത്ത് ഓതാണ്. അപ്പൊ സഹവിന്റെ തിലാവത്തിന്റെ സുജൂദിന്റെ ആയത്ത് ഇമാം ഓതുണ്ട്. ഇമാം എന്താവണില്ല? സുജൂദ് ചെയ്യണില്ല. പക്ഷെ മാമൂമ അവിടെ എന്താവുണ്ട്? സുജൂദ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സുജൂദ് ചെയ്താലും, അതാണ് ഇമാമ് സുജൂദ് ചെയ്യാതെ മാമൂമ് സുജൂദ് ചെയ്താലും. രണ്ടാമത്തത്, ഇമാമിനോടൊപ്പം ചെയ്യാതിരുന്നാലും, അഥവാ ഇമാമ് സുജൂദ് ചെയ്തുക്കണു തിലാവത്തിന്റെ ആയത്ത് ഓതിയപ്പോ, മാമൂമ എന്തായില്ല? സുജൂദ് ചെയ്തില്ല. അങ്ങനെ സുജൂദ് ചെയ്യാതിരുന്നാലും എന്താവുന്ന പറയണേ? നിസ്കാരം ബാത്തിലാകും. അപ്പൊ മാമൂമിന്റെ നിസ്കാരം എന്താവും? ബാത്തിലാകും. ഇനി സുജൂദ് ചെയ്യേണ്ട രൂപം നോക്കുക. എങ്ങനെയാണ്? നിസ്കാരത്തിലെ സുജൂദ് പോലെയാണ് തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ടത്. അതാണ് തിലാവത്തിന്റെ സുജൂദ് എന്ന് പറഞ്ഞ കേട്ടോ. ഒരു സുജൂദ് മാത്രമാണ് ചെയ്യേണ്ടത്. എത്ര സുജൂദാണ് തിലാവത്തിന്റെ സുജൂദ്? ഒരു സുജൂദ് മാത്രമേ ഉള്ളൂ കേട്ടോ. നിസ്കാരത്തിലാണെങ്കിൽ സുജൂദിലേക്ക് കുനിയുമ്പോൾ
കൈ ഉയർത്തലും ഇസ്തിറാഹത്തിന്റെ ഇരുത്തവും സുന്നത്തില്ല. അഥവാ സുജൂദക്ക് പോകുമ്പോ കൈ ഉയർത്തൂല നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ആ രൂപത്തിൽ എന്താവണ്ട, കൈ ഉയർത്തണ്ട. അതുപോലെ തന്നെ സുജൂദിന്ന് എണീക്കുമ്പോ ഒരു ഇരുത്തണ്ടല്ലോ, ആ ഇരുത്തവും എന്താവണമെന്നില്ല, നിസ്കാരത്തില് സുന്നത്തില്ല. ഇനി നോക്കാം, നിസ്കാരത്തിലല്ലെങ്കിൽ സുജൂദിന് 4 ഫർളുകളുണ്ട്. നമ്മൾ പറഞ്ഞു നിസ്കരിക്കുമ്പോൾ ആയത്ത് ഓതിയാലും സുജൂദ് ചെയ്യാം, അല്ലാത്തപ്പോഴും എന്താവാം, തിലാവത്തിന്റെ സുജൂദ് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഓതുകയാണ്, നമ്മൾ വീട്ടില് ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തിലാവത്തിന്റെ സുജൂദിന്റെ ആയത്ത് വന്ന്, സുജൂദ് തിലാവിന്റെ ആയത്ത് വന്ന്, അപ്പൊ നമുക്ക് 4 ഫർളുകൾ ഉണ്ട്. ആ രൂപത്തിൽ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ സുജൂദ്. അത് എങ്ങനെയെന്നാണ് പറയാൻ പോണ, 4 ഫർള് എന്തൊക്കെയാന്നുള്ളത്. അപ്പൊ നമ്മൾ ഇരിക്കുന്നിടത്ത് തന്നെ ഉണ്ടാവുക, ഞാൻ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന് നിയത്ത് ചെയ്യാം. ഫസ്റ്റ് ചെയ്യേണ്ടതാണ് ഞാൻ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന് നിയത്ത് ചെയ്യാം. രണ്ടാമത്തെ ഫർളാണ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലൽ. എന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞങ്ങാണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക. എന്നിട്ട് എന്താവുക, സുജൂദ് ചെയ്യുക. നേരെ ഒരു സുജൂദ് ചെയ്യുക, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് നേരെ തിലാവത്തിന്റെ സുജൂദക്ക് പോവുക. എന്നിട്ട് സുജൂദിന്റെ ഇടയിൽ ചെല്ലാനുള്ളത് ചെല്ലുക. അത് നമ്മൾ അടുത്ത പേജിൽ പഠിക്കുന്നുണ്ട്. അത് ചൊല്ലുക. അതിന് ശേഷം എന്താവുക, സുജൂദിന്ന് എണീക്കുക, സലാം വീട്ടുക. ഇതാണ് തിലാവത്തിന്റെ സുജൂദിന്റെ രൂപം. അപ്പൊ ഇനി മാറരുത്. അപ്പൊ ഇവിടെ പഠിക്കേണ്ട കാര്യമാണ്, നിസ്കാരത്തിലല്ലെങ്കിൽ തിലാവത്ത് സുജൂദിന്റെ 4 ഫർളുകളുണ്ട്, ഏതൊക്കെയാന്നുള്ളത്. അപ്പൊ എത്രണ്ണാണെന്നുള്ളതും ഏതൊക്കെയാന്നുള്ളതും 4 ഞാൻ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നതെന്ന് നിയത്ത് ചെയ്യുക, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലൽ, ഒരു സുജൂദ് ചെയ്യുക, സലാം വീട്ടുക. ഈ 4 ഫർളും പഠിക്കട്ടോ. സുജൂദിലേക്ക് പോകുമ്പോഴും ഉയരുമ്പോഴും തക്ബീർ ചൊല്ലലും സുജൂദില് സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. നിങ്ങൾ 5ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചതാണ്, കൊണ്ട് സുഖേക്കാരം എന്ന് ചൊല്ലലും സുന്നത്താണ്. അപ്പോ ആദ്യം നിയ്യത്ത് വെക്കുക, ഞാൻ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നു നിയ്യത്ത് വെച്ചങ്ങാണ്ട് തക്ബീറത്തുൽ ഇഹ്റാം കിട്ടും, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ നേരം എന്താവും, സുജൂദിക്ക് പോവുക, സുജൂദില് ഇത് ചൊല്ലുക. അതേമാതിരി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ സുജൂദിന് എണീക്കുക, നേരെ സലാം വീട്ടുക. ഇതാണ് തിലാവത്തിന്റെ സുജൂദിന്റെ പൂർണ്ണമായ രൂപം ട്ടോ. അപ്പൊ ഈ ദിക്ർ ചൊല്ലാനുള്ള ദിക്ർ എന്താവും, പൂർണ്ണമായിട്ടും പഠിക്കുക, പൂരിപ്പിക്കാനൊക്കെ ഉണ്ടാവും ട്ടോ. ഇനി ഈ പാഠത്തിലെ മറ്റൊന്നാണ് ശുക്റിന്റെ സുജൂദ് എന്നുള്ളത്. അതെന്താന്നാണ് പറയണത്. അപ്പൊ അനുഗ്രഹം ലഭിക്കുക, നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നല്ല ഒരു അനുഗ്രഹം ലഭിക്കുക. അപ്പൊ നമുക്ക് നമ്മൾ കരുതുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ, നമുക്ക് നല്ലൊരു സന്താനം ഉണ്ടാവുക, അതുപോലെ നമുക്ക് നമ്മുടെ വീട് കുടിയിരിക്കല്, അതുപോലെ വല്ല ബിസിനസ് ഒക്കെ തുടങ്ങുക, അങ്ങനെയൊക്കെ നല്ല അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ, അതുപോലെ വിവാഹം ശരിയാവുക എന്നുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ നല്ല കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ എന്താവുക, ശുക്റിന്റെ സുജൂദ് ചെയ്യുക. അതുപോലെ വിപത്തുകൾ ഒഴിവായാല്, പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്നൊക്കെ തൊട്ട് പടച്ച റബ്ബ് നമ്മളെ കാത്താല്, നമ്മളിപ്പോ വണ്ടിയിലൊക്കെ പോകുമ്പോ പെട്ടെന്ന് ചിലപ്പോ നമ്മള് കഴിച്ചിലാവും, പടച്ച റബ്ബിന്റെ കാവലാണ്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് എന്താവുക, ശുക്ർ ചെയ്യുക. രണ്ടാമത്തത് പിന്നെന്താ പറയണത്, പരസ്യമായി പാപം ചെയ്യുന്നവനെയോ അസുഖങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവനെയോ കാണുക. ഇപ്പൊ നമ്മളിങ്ങനെ പോകുമ്പോ ഒരാളിങ്ങനെ കള്ളുടിച്ചാകെ കിക്കായി നടക്കണ്ട, അപ്പൊ പടച്ചവനോട് നന്ദി പറയാ. അതുപോലെ എന്താവുക, അതിനും വേണ്ടി സുജൂദ് ചെയ്യുക, പടച്ചവൻ ഞാൻ അങ്ങനെ ആക്കിയില്ലല്ലോ, അതിനൊക്കെ എന്താവുക, സുജൂദ് ചെയ്യുക, ശുക്രിന്റെ സുജൂദ് ചെയ്യുക. അതുപോലെ അസുഖങ്ങള്, നമ്മുടെ കുടുംബത്തിലൊക്കെ കാണും, ചിലപ്പോൾ വളരെ മാരകമായ രോഗങ്ങളൊക്കെ പെട്ട് വർഷങ്ങളായിട്ട് നീച്ച് നടക്കാൻ കഴിയാതെ അങ്ങനെ ബെഡ്ഡമ്മ കിടക്കുന്ന രോഗികൾ ഉണ്ടാവുമല്ലേ, പടച്ചവനോട് ശുക്ർ ചെയ്യുക, പടച്ച റബ്ബ് അങ്ങനത്തെ രോഗങ്ങളൊന്നും തന്നില്ലല്ലോ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് എന്താവുക, ശുക്ർ ചെയ്യുക. അങ്ങനെ ചെയ്യണ, അള്ളാഹുവിന് നന്ദി അറിയിച്ച് ചെയ്യണ സുജൂദിനാണ് ശുക്രിന്റെ സുജൂദ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ തുടങ്ങിയ അവസരങ്ങളിൽ ചെയ്യുന്ന സുജൂദിനാണ് ശുക്രിന്റെ സുജൂദ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ നീയത്തും രൂപങ്ങളൊക്കെയാണ് പറയണേ, നോക്കുക. അള്ളാഹുവിന് വേണ്ടി ഞാൻ ശുക്രിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന നീയത്തോടെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി. അപ്പൊ എന്താണ് നീയത്ത്, അള്ളാഹുവിന് വേണ്ടി ഞാൻ ശുക്രിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന് നീയത്ത് വെച്ചങ്ങാണ്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുക. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ഒരു സുജൂദ് ചെയ്ത് സലാം വീട്ടലാണ് ഇതിന്റെ രൂപം. അത് നേരെ എന്താവുക, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞങ്ങാണ്ട് സുജൂദ് ചെയ്യുക നീയത്തും വെച്ചിട്ട്. അതാണ് അതിന്റെ രൂപം ട്ടോ. എന്നിട്ട് നേരെ അതുപോലെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് നേരെ സലാം വീട്ടുക. ഇതാണ് രൂപം. സൂറത്ത് സ്വാദിലെ ഒരു സ്ഥലത്ത് മാത്രമാണ് ഖുർആനിൽ ശുക്രിന്റെ സുജൂദ് ഉള്ളത്. അപ്പൊ ഖുർആനിലെ ശുക്രിന്റെ സുജൂദ് എത്ര സ്ഥലത്താണ് ഉള്ളത്, ഒരു സ്ഥലത്ത്. തിലാവത്തിന്റെ സുജൂദ് എത്ര സ്ഥലത്താണ്, 14. അപ്പൊ തിലാവത്തിന്റെ സുജൂദ് വരുന്ന സമയത്തൊക്കെ നമ്മൾ സുജൂദ് ചെയ്യണം. എന്നാൽ ശുക്രിന്റെ സുജൂദ് ഖുർആനിൽ പറയുന്ന സ്ഥലത്ത് നമ്മൾ എന്താവണ്ട, സുജൂദ് ചെയ്യേണ്ടതില്ല. അതാണ് പറയുന്നത്, നിസ്കാരത്തിൽ ഈ സുജൂദ് ചെയ്യാവതല്ല. അപ്പൊ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ഈ ശുക്രിന്റെ സുജൂദിന്റെ ആയത്ത് ഓതിയാൽ അവിടെ നമ്മൾ എന്താവണ്ട, സുജൂദ് ചെയ്യണ്ട. ഇനി നോക്കുക അടിയത്തെ ബോക്സ്, തിലാവത്തിന്റെയും ശുക്രിന്റെയും സുജൂദിൽ നിസ്കാരത്തിന്റെ ഷർത്തുകൾ എല്ലാം പാലിക്കേണ്ടതാണ്. അപ്പൊ നിസ്കാരത്തിന് എന്തൊക്കെ ഷർത്തുണ്ടോ
അതൊക്കെ പാലിച്ചിട്ട് വേണം ഈ സുജൂദുകൾ ചെയ്യാനും അതുപോലെ ഇന്ന് വിട്ടുപിരിയാനൊക്കെ. അപ്പോ എല്ലാ ഷർത്തുകളും പാലിക്കണം എന്നർത്ഥം. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളും അതുപോലെ തന്നെ ഇതിൽ നിന്ന് കൂടുതൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ നോക്കട്ടോ. ഒന്നാമത്തെ തദ്രീബാത്ത് നോക്കാം. അലാമാത്തൻ ഔ വസഹിലത്ത്. അവ ശരിയില്ലെങ്കിൽ നേരെ ശരിയുടെ, തെറ്റുണ്ടെങ്കിൽ എന്താവ ശരിയാക്കി എഴുതാനാണ് പറയുന്നത്. ഖുർആനിൽ സജദയുടെ ആയത്തുകൾ 13 എന്താണ് തെറ്റാണല്ലോ അല്ലെ. എന്നിട്ട് ശരിയാക്കി എഴുതണം. ഖുർആനിൽ സജദയുടെ ആയത്തുകൾ 14. ഓതിയവനും കേട്ടവനും തിലാവത്തിന്റെ സുജൂദ് വാജിബാണ്. ശരിയാണോ? തെറ്റാണ്. എന്താണ്? സുന്നത്തല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ഓതിയവനും കേട്ടവനും തിലാവത്തിന്റെ സുജൂദ് സുന്നത്താണ്. ഇമാമ് തിലാവത്തിന്റെ സുജൂദ് ചെയ്താൽ മാമൂമ് നിർബന്ധമായും സുജൂദ് ചെയ്യണം. എന്താണ്? ശരിയാണ്. നിസ്കാരത്തിലല്ലെങ്കിൽ തിലാവത്തിന്റെ സുജൂദിന് 4 ഫർളുകളുണ്ട്. ശരിയാണല്ലോ അല്ലെ. ശരിയുടെ. അപ്പൊ ശുക്രിന്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്യാം. തെറ്റാണല്ലേ. അപ്പൊ എന്താവണം? മാറ്റണ്ടേ? മാറ്റണം. ശുക്രിന്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്യാവതല്ല. അടുത്തത് കമ്മിൽ പൂരിപ്പിക്കാനാണ്. സജദ വജ്ഹിയ ഡാഷ് ഖാലിഖീൻ. ഒന്നാമത്തത് എന്താ പൂരിപ്പിക്കപ്പോ? സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസഹ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇനി അടുത്തതാണ് പൂരിപ്പിക്കാൻ വിചാരിച്ച ഒന്ന്. ഡാഷ് ഒരു സ്ഥലത്ത് മാത്രമാണ് ശുക്രിന്റെ സുജൂദ് ഖുർആനിലുള്ളത്. ഏത് സ്ഥലത്താണ്? സൂറത്ത് സ്വാദിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് ഖുർആനിൽ ശുക്രിന്റെ സുജൂദ് ഉള്ളത്. അപ്പൊ പൂരിപ്പിക്കാനുള്ളതാണ്. ഇത് പൂരിപ്പിച്ചു കൊടുക്കട്ടോ. ഇതൊക്കെ ഇപ്പൊ തന്നെ പഠിച്ചു പോന്നാൽ നമുക്ക് പരീക്ഷയ്ക്ക് വളരെ സിമ്പിൾ ആക്കാനും. ഇനി മൂന്നാമത്തെ പ്രവർത്തനാണ് കലിമത്തിൽ മുനാസിബ, അഥവാ യോജിച്ച കലിമത്തിനെ വെച്ചെടുക്കാണ് വേണ്ടത്. അവിടെ തിലാവത്തിന്റെ ഒന്നാമത്തെ നോക്കുക. തിലാവത്തിന്റെ സുജൂദ് നിസ്കാരത്തിലെ ഡാഷ് പോലെയാണ്. ഏത് പോലെയാണ്? റുക്കു പോലെയാണെന്നാണോ സുജൂദ് പോലെയാണെന്നാണോ? സുജൂദ് പോലെയാണ്. രണ്ടാമത്തെ എന്താണ്? ശുക്രിന്റെ സുജൂദ് ഡാഷ് ലഭിക്കുമ്പോൾ ചെയ്യുന്നതാണ്. എന്ത് ലഭിക്കുമ്പോൾ ചെയ്യുന്നതാണ്? അനുഗ്രഹം ലഭിക്കുമ്പോഴാണ്, വിപത്ത് ലഭിക്കുമ്പോഴാണ്? അനുഗ്രഹം ലഭിക്കുമ്പോൾ ചെയ്യുന്നതാണ് ശുക്രിന്റെ സുജൂദ്. അതുപോലെ വിപത്ത് ഒഴിവാകുമ്പോൾ ചെയ്യുന്നതാണ് ശുക്രിന്റെ സുജൂദ് എന്ന് മനസ്സിലാക്കി വെക്കട്ടോ. ഇനി അടുത്തതാണ് അജിബ്, അതായത് ഉത്തരം എഴുതുക. നിസ്കാരത്തിൽ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്ന രൂപം എങ്ങനെയെന്നാണ് ഒന്നാമത്തെ ചോദ്യം. നമ്മുടെ പുസ്തകത്തിൽ പറയണ്ടല്ലേ സുജൂദിന്റെ രൂപം എന്ന് പറയണ്ട എങ്ങനെയാണ്? നിസ്കാരത്തിൽ സജദയുടെ ആയത്തുകൾ ഓതിയാൽ തൽസമയം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി ഒരു സുജൂദ് ചെയ്താൽ മതി. ഈ സുജൂദിലേക്ക് കുനിയുമ്പോൾ കൈ ഉയർത്തൽ സുന്നത്തില്ല. സുജൂദ് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴുള്ള ഇസ്തിറാഹത്തിന്റെ ഇരുത്തവും സുന്നത്തില്ല. സുജൂദിൽ നിന്ന് നേരെ നിവർന്ന് നിൽക്കുകയാണ് വേണ്ടത്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രൂപത്തിൽ ഉത്തരം എഴുതാം, അല്ലെങ്കിൽ പുസ്തകത്തിൽ പറഞ്ഞെഴുതാം. നിസ്കാരത്തിലെ സുജൂദ് പോലെയാണ് തിലാവത്തിന്റെ സുജൂദും. ഒരു സുജൂദ് മാത്രമാണ് ചെയ്യേണ്ടത്. നിസ്കാരത്തിലാണെങ്കിൽ സുജൂദിലേക്ക് കുനിയുമ്പോൾ കൈ ഉയർത്തലും ഇസ്തിറാഹത്തിന്റെ ഇരുത്തവും സുന്നത്തില്ല എന്നുള്ള ലളിതമായ രൂപം പുസ്തകത്തിലുണ്ട്. അത് പഠിച്ചാലും മതി കേട്ടോ. രണ്ടാമത്തെ ചോദ്യമാണ് നിസ്കാരത്തിലല്ലെങ്കിലുള്ള തിലാവത്തിന്റെ സുജൂദിന്റെ ഫർളുകൾ ഏവ? എത്ര ഫർളുകൾ ഉണ്ടെന്നാ പറഞ്ഞ നിസ്കാരത്തിലല്ലെങ്കിൽ തിലാവത്തിന്റെ സുജൂദിന്? 4 ഫർളുകളുണ്ട്. ഏതൊക്കെയാണ്? ഞാൻ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന് നിയത്ത് ചെയ്യുക. രണ്ടാമത്തത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലൽ. മൂന്നാമത്തത് ഒരു സുജൂദ് ചെയ്യുക. നാലാമത്തത് സലാം വീട്ടുക. ഇതാണ് ഫർളുകൾ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിന് വരാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കട്ടോ. ഫസ്റ്റ് ചോദ്യം എന്താണ്? ഉത്തരം എഴുതുക. തിലാവത്തിന്റെ സുജൂദ് സുന്നത്താണ്. ആർക്കാണ്? വിശുദ്ധ ഖുർആനിലെ ചില പ്രത്യേക ആയത്തുകൾ പൂർണ്ണമായി ഓതുകയോ കേൾക്കുകയോ ചെയ്യുന്നവർക്കാണ് തിലാവത്തിന്റെ സുജൂദ് സുന്നത്ത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് തിലാവത്തിന്റെ സുജൂദിൽ ചൊല്ലേണ്ടത് എന്താണ്? സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അപ്പൊ ഇത് രണ്ടും പഠിക്കട്ടോ. അടുത്ത ചോദ്യമാണ് ശുക്രിന്റെ സുജൂദ് ചെയ്യുന്ന അവസരങ്ങൾ എപ്പോഴൊക്കെയാണെന്ന്. അനുഗ്രഹം ലഭിച്ചാല്, അതുപോലെ വിപത്ത് ഒഴിവായാല്, പരസ്യമായി പാപം ചെയ്യുന്നവനെയോ അസുഖങ്ങൾ കൊണ്ട് പരീക്ഷിക്കുന്നവനെയോ കാണുക തുടങ്ങിയവ കാരണം കൊണ്ടാണ് ശുക്രിന്റെ സുജൂദ് ചെയ്യേണ്ട അവസരങ്ങളാട്ടോ. അപ്പൊ അത് പഠിക്കുക. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആണ് ശുക്രിന്റെ സുജൂദ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത്. അള്ളാഹുവിന് വേണ്ടി ഞാൻ ശുക്രിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന നിയ്യത്തോട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ഒരു സുജൂദ് ചെയ്ത് സലാം വീട്ടുക. ഇതാണ് ശുക്രിന്റെ സുജൂദിന്റെ രൂപം എന്നുള്ളത്.
ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിസ്കാരത്തിൽ ചെയ്യാൻ പാടില്ലാത്ത സുജൂദ് ഏതാണ്? ഏത് സുജൂദാണ് നിസ്കാരത്തിൽ ചെയ്യാൻ പാടില്ലാത്ത സുജൂദ്? ശുക്രിന്റെ സുജൂദ്. അപ്പൊ ഇത്രയാണ് ഈ പാഠത്തുനിന്ന് കാര്യമായിട്ട് പഠിക്കേണ്ടത്. നല്ല പോലെ നോക്കിയിട്ട് വേണ്ട രൂപത്തിൽ പഠിക്കുക. പടച്ച റബ്ബ് നമുക്ക് നല്ല പോലെ പഠിക്കാൻ തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും.